ഹായ് ഫ്രണ്ട്സ്, മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു പ്രഭാതം കൂടി വരവായി. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലഞ്ചിന് ഒരു പൊതിച്ചോറ് കൊടുത്തു വിടാൻ തീരുമാനിച്ചു. ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്ന പോലത്തെ കറികൾ. അത് ഇല വാട്ടി ഇലക്കകത്ത് കൊടുത്തു വിടാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പയറ് മെഴുക്കുവരട്ടി, മോതമീൻ വറുത്തത്, ഒരു മുട്ട പൊരിച്ചത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര ഐറ്റമൊക്കെ വെച്ച് അങ്ങ് ചോറ് കെട്ടാമെന്ന് തീരുമാനിച്ചു. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, നമുക്ക് പറ്റുന്നത് പോലെ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് കറികളൊന്നും എനിക്ക് റെഡിയാക്കാൻ സാധിച്ചില്ല. ഇത്രയൊക്കെ റെഡിയാക്കി നല്ല ചൂട് ചോറ് വാട്ടിയ ഇലയിലേക്ക് ഇടുമ്പം തന്നെ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ, ഇലയുടെയൊക്കെ. പയറ് മെഴുക്ക് പുരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെന്താ മോതമീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പൊതിച്ചോറിനകത്ത്. അച്ചാറൊന്നും വെക്കണ്ട എന്ന് അവർ പറഞ്ഞു. പിന്നെ തന്നെയല്ല, ഈ പൊതി അവർ അവിടെ ചെന്ന് അഴിച്ചിട്ട് എല്ലാ കുട്ടികളുടെയും കൂടി ചോറൊക്കെ കറിയൊക്കെ ഇട്ട്, കൂട്ടുകാരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കറിയൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാട്ടോ ഈ ഇലക്കകത്തൊന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഓരോ ദിവസവും ഓരോരുത്തർ കൊണ്ടുവരും കേട്ടോ. അപ്പം ഇന്ന് പൊന്നൂട്ടിയും മിന്നൂട്ടിയും കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ കൊണ്ടുപോകാൻ റെഡിയാക്കുന്നതാണിത്. അപ്പോൾ ഒരുപാട് കറികളൊക്കെ അവിടെ ചെന്ന് പൊതി അഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് കറികളൊക്കെ സെറ്റാകും. പിന്നെ ഇലയുടെ മണമൊക്കെ ഓൾറെഡി ചോറിലൊക്കെ ആയി നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ. അപ്പം ഞാൻ കുഞ്ഞിനെ ചോറൊക്കെ കുഞ്ഞുങ്ങൾക്ക് കെട്ടി കൊടുത്തതിന് ശേഷം എനിക്ക് തങ്കമണി വരെ പോകണം. അപ്പം ഈ പരിപാടികളെല്ലാം റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചെയ്തു തീർക്കാൻ. കുഞ്ഞുങ്ങൾ പോയിട്ട് എനിക്കും ഉടനെ തന്നെ പോവാറാവും. ആദ്യമായിട്ട് കേട്ടോ ഞാൻ ഈ പൊതിച്ചോറ്, ആദ്യമായിട്ടല്ല, ഇടയ്ക്കൊക്കെ കെട്ടിയിട്ടെന്നാലും ഒരുപാട് പരിചയമൊന്നുമില്ല. അപ്പം ഒരുപാട് രീതിയിലൊക്കെ ഒരു രീതിയിലൊക്കെ ആക്കി അങ്ങനെ കുഞ്ഞുങ്ങളെ സെറ്റാക്കി ചോറൊക്കെ കൊടുത്തു വിട്ടു. അതിനുശേഷം എനിക്ക് കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മിറ്റിലയിലാണ് തുണി വിരിച്ചിടുന്നത്. പുറകുവശത്ത് കമ്പിയുണ്ട് കേട്ടോ, അവിടെ ഇടും, കമ്പി വേലിയുണ്ട്. അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞു തങ്കമണിക്ക് പോകാനായിട്ട്. പെട്ടെന്ന് ഞാനും റെഡിയായി. ഇനി കുഞ്ഞുമുത്ത് ഉറക്കമാണ്. കുഞ്ഞുമുത്തിനെ എണീപ്പിച്ച് ഒരുക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ രണ്ടുപേരും ബസ്സിനാണ് പോകുന്നത്. ബസ്സിൻ്റെ ടൈം ആവാറായി. അപ്പം നമ്മൾ പോയി. ഇനി തങ്കമണിയിലെ ചെറിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. അങ്ങനെ തങ്കമണി വീട്ടിൽ വന്നു. എൻ്റെ പാത്രം കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ തങ്കമണി വീട്ടിൽ വന്നു എന്ന്. കപ്പയും മീൻകറിയുമായിരുന്നു കേട്ടോ. ചെന്നതേ വിശന്നാണ് ഞങ്ങൾ ചെന്നതേ കഴിച്ചു. അപ്പം അതിനുശേഷം ഞാൻ കടയിലേക്കൊക്കെ ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞുവാവേനെ ചേച്ചി കളിപ്പിക്കുന്ന കേട്ടോ. ഇതാണ് എൻ്റെ ചേച്ചി. അപ്പം ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ. ഞാൻ അധികം നേരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് പോരണം. അപ്പോൾ എല്ലാവർക്കും കൂടി മാറി മാറി കുഞ്ഞിനെ എടുക്കാനുള്ള ടൈം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും പരാതിയാണ്, ഞാൻ അധികം നേരം നിൽക്കത്തില്ല, പെട്ടെന്ന് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.